എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ്. ഇത് ടോപ്പിൻ്റെ നെക്കിൻ്റെ സൈഡിലും സ്ലീവിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു റഫായിട്ടൊന്ന് പെൻസിലിൽ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഇതേ ഡിസൈൻ തന്നെ വരച്ചെടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാം. ക്ലാസ് 2-ൽ പഠിച്ച ബേസിക് സ്റ്റിച്ചുകളാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഫ്ലവറിന് ചെയ്ത് കഴിഞ്ഞു. അത് ക്യാമറ ഞാൻ ഓണാക്കാൻ മറന്നു. 2 ഫ്ലവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ക്യാമറ ഓഫാണെന്ന്. ഇത് ഞാൻ 2 നമ്പറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 2 നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് സാറ്റിൻ സ്റ്റിച്ചാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. വെറും ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചാൽ തന്നെ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഡിസൈൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഔട്ട്ലൈൻ വരച്ചിട്ട് ഫ്ലവറിനകത്ത് നമുക്ക് ഈ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഫില്ല് ചെയ്താലും നല്ല രസമായിരിക്കും കാണാൻ. നമ്പർ 2-ൽ 3-ലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞ പഴയ വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. ഞാൻ ആ ഫ്ലവറിനകത്ത് ഒരു 3 ലീഫ് ഇടുന്നുണ്ട്. ഈ ലീഫ് ഇടാൻ അറിയാത്തവർ റണ്ണിങ് സ്റ്റിച്ചിൽ ലീഫ് ഇട്ടാലും മതി. അങ്ങനെ എല്ലാ ഫ്ലവറും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ
ഗോൾഡൻ കളറിലുള്ള ജെറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ലീഫിന് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 1.5, 1ൻ്റെയും 2ൻ്റെയും നടുക്ക് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ലീഫിനകത്ത് നമുക്ക് വേണമെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് നല്ലൊരു ഗോൾഡൻ കളർ ജെറി ത്രെഡാണ് കേട്ടോ. അത് ഈ വീഡിയോയിൽ കളർ അത്ര കറക്റ്റ് കാണുന്നില്ല. വൈറ്റ് കളറിലാണ് കാണുന്നത് വീഡിയോയിൽ. റിങ്ങിൻ്റെ സൈസ് കുറച്ച് വലുതാവുമ്പോൾ നമുക്ക് ഈ റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ റിങ് ആ സൈഡിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇരുന്നിരിക്കുന്ന ആ റൈറ്റ് സൈഡിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഞാൻ ഡിസൈനൊക്കെ നമ്മളിട്ട് പഠിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ഇടാൻ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിങ്ങിന് തിരിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലവറിന് നടുക്കൊരു ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടൺ സ്റ്റിച്ച് ഇടാൻ അറിയാത്തവർ സാറ്റിൻ സ്റ്റിച്ചിൽ തന്നെ റൗണ്ടിലൊന്ന് വരച്ചാൽ മതി. റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ഇട്ടാൽ മതി. അതൊരു ബട്ടൺ സ്റ്റിച്ച് പോലെ ആയിക്കോളും. ഇവിടെ അതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ചിൽ 2 ഇഞ്ചിലൊന്ന് റൗണ്ടിലൊന്ന് വരച്ച് ഒന്ന് കറക്കിയാൽ മതി. അവിടെ ഒരു ബട്ടൺ സ്റ്റിച്ചിനെ പോലെ ഷേപ്പ് വരും. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഗ്രീൻ കളറിലാണ് ഇനിയൊരു ലീഫും വള്ളിയും കൂടി ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ 1ൻ്റെ 2ൻ്റെ നടുക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എക്സ്ട്രാ കാണുന്ന ത്രെഡുകളൊക്കെ നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ. അങ്ങനെ ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. താങ്ക് യു.